കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിനെതിരായ മുഖ്യമന്ത്രിയുടെ വിമർശനങ്ങളെ മറികടക്കാൻ മുൻ എംഎൽഎയും സംവിധായകനുമായ പി.ടി. കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി ആയുധമാക്കി പ്രതിപക്ഷം. പരാതി പോലീസിന് കൈമാറാൻ വൈകിച്ചത് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വന്നത്. പരാതികളോട് മുഖ്യമന്ത്രിക്ക് ഇരട്ട നീതിയാണെന്നാണ് വിമർശനം. ലൈംഗിക പീഡന പരാതികളെ മുഖ്യമന്ത്രിയും CPIM രാഷ്ട്രീയ താൽപര്യത്തോടെ സമീപിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമായാണ് പ്രതിപക്ഷം P.T. കുഞ്ഞുമുഹമ്മദിനെതിരായ കേസിനെ സമീപിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികൾ പരിഗണിക്കുന്നതിനിടയിൽ തന്നെയാണ് ഗുരുവായൂരിലെ മുൻ എംഎൽഎയും ചലച്ചിത്ര സംവിധായകനുമായ P.T. കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി മുഖ്യമന്ത്രിക്ക് ലഭിക്കുന്നത്. 2 ആഴ്ചയോളം പിടിച്ചുവെച്ച ശേഷമാണ് പരാതി മുഖ്യമന്ത്രി പോലീസിന് കൈമാറിയതെന്നാണ് ആക്ഷേപം. ആദ്യത്തെ MLA-ക്കെതിരായിട്ട് കേസ് വന്നപ്പോൾ അന്ന് തന്നെ പരാതി ഫോർവേഡ് ചെയ്യും, അന്ന് തന്നെ കേസെടുക്കുകയും ചെയ്തു. CPM സഹയാത്രികന്റെ CPM കൂടെ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന ആൾക്കെതിരായിട്ട് വിദ്യാസമ്പന്നയായ ഒരു യുവതി കൊടുത്ത കേസ് എന്തുകൊണ്ടാണ് 13 ദിവസം പൂർത്തിവെച്ചത്? മറുപടി പറയണ്ടേ? ഇരട്ട നീതി, ഈ അന്യായം കേരളം അറിയണമല്ലോ. ഈ അന്യായം കേസെടുത്തിട്ടും പോലീസിന്റെ നടപടികൾ വൈകുന്നതിനെയും പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ട്. ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ്. CPM എന്ത് നടപടിയെടുത്തു? സ്ത്രീലമ്പടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ വർത്താനം പറയുന്നത്. കോൺഗ്രസിനെ വിമർശിക്കുന്ന മുഖ്യമന്ത്രി സ്വന്തം പക്ഷത്തുള്ള കുറ്റാരോപിതരെ സംരക്ഷിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ മറ്റൊരു വിമർശനം. വീണ്ടും വീണ്ടും ഇത്തരത്തിൽ കുറ്റാരോപിതരായവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കുന്ന മുഖ്യമന്ത്രി ഇത്തരത്തിൽ എന്തുകൊണ്ട് P.T. കുഞ്ഞുമുഹമ്മദിനെതിരെ വന്നിട്ടുള്ള പരാതി അത് മറച്ചുവെച്ചു, എന്തുകൊണ്ട് അത് കൈമാറാൻ താമസം വരുത്തി എന്നുള്ളതിന് ഉത്തരം ജനങ്ങളുടെ മുന്നിൽ തന്നേ മതിയാവും. സ്ത്രീത്വത്തെ അവമാനിച്ചെന്ന പരാതിയിൽ മുൻ എംഎൽഎയും സംവിധായകനുമായ P.T. കുഞ്ഞുമുഹമ്മദിനെ ഉടൻ ചോദ്യം ചെയ്യും. പരാതി നൽകിയ സംവിധായകരുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ കന്റോൺമെന്റ് പോലീസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.